നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്ന കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഗാർഡിനെ നിയമിച്ച് ഗതാഗതം നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശം. കരുനാഗപ്പള്ളിയിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണാൻ വകുപ്പ് തല യോഗം ചേരും. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കം 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചവറ സ്വദേശികളായ 6 പേരും മാവേലിക്കര സ്വദേശികളായ 3 പേരുമാണ് അറസ്റ്റിലായത്. കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ്. കാണാതായ ആളെ കണ്ടെത്താൻ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. BJP പട്ടികജാതി മോർച്ച മാർച്ച് നടത്തി. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്ന കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഗാർഡിനെ നിയമിച്ച് ഗതാഗതം നിയന്ത്രിക്കണമെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർദ്ദേശിച്ചു. കരുനാഗപ്പള്ളിയിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണാൻ വകുപ്പ് തല യോഗം ചേരാനും തീരുമാനമായി. ദേശീയപാതയിൽ കരുനാഗപ്പള്ളി താലൂക്ക് പരിധിയിലെ പ്രദേശങ്ങളിൽ വെളിച്ചക്കുറവ് മൂലം അപകടങ്ങൾ പതിവാണ്. ഇത് പരിഹരിക്കുന്നതിനും ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലങ്ങളിൽ അമിതമായ പൊടിശല്യത്തിന് പരിഹാരം കാണുന്നതിനായി വെള്ളം തളിക്കണമെന്നും വിശ്വസമുദ്ര അധികൃതർക്ക് കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിൽ MLA-മാരുടെ നിർദ്ദേശം. പാറ്റോലിത്തോടിന്റെ വികസനം, ഭൂമി ഏറ്റെടുക്കൽ, ദേശീയപാത നിർമ്മാണം തുടങ്ങിയവയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കരുനാഗപ്പള്ളി നഗരത്തിലെ ഗതാഗത തടസ്സങ്ങൾ പരിഹരിക്കാൻ വകുപ്പുതല യോഗം ചേരുക തുടങ്ങിയ തീരുമാനങ്ങളും വികസന സമിതി യോഗത്തിലുണ്ടായി. നീണ്ടകര അടിപ്പാതയിലേക്ക് എത്താൻ സർവീസ് റോഡില്ലാത്തതും പന്മന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 3ഓളം വീടുകൾക്ക് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന മതിൽ കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത സാഹചര്യവും, അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗാർഡിനെ നിയമിച്ച് ഗതാഗതം നിയന്ത്രിക്കുന്നതിനും ഇക്കാര്യങ്ങൾ വിശ്വസമുദ്ര അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനും ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർദ്ദേശിച്ചു. റോഡുകൾ പുനർനിർമ്മിക്കേണ്ടത് അത് ഫണ്ട് വെച്ചിട്ടില്ല. അത് പഞ്ചായത്ത് തന്നെ ചെയ്യണമെന്നുള്ളതായിരുന്നു ജലജീവൻ മിഷന്റെ ഒരു നയം. പക്ഷേ പഞ്ചായത്തുകൾ ഈ ജില്ലയിൽ, സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ജലജീവൻ മിഷന്റെ ബാക്കി വന്ന ഫണ്ട്, എക്സസ് ഫണ്ട്, ആ സേവിങ്സ് ഫണ്ടാണ്. അത് തീരെ അപര്യാപ്തമാണ്. ഈ പറഞ്ഞ ഓരോ വാർഡുകളിലെയും ഈ റോഡുകളെല്ലാം പുനർനിർമ്മിക്കാൻ വേണ്ടി തീരെ അപര്യാപ്തമാണ്. വികസന സമിതി അംഗങ്ങൾ ഉന്നയിച്ച മറ്റ് വിഷയങ്ങളിൽ വകുപ്പുതല ഉദ്യോഗസ്ഥർ അടുത്ത വികസന സമിതി യോഗത്തിൽ കൃത്യമായും വസ്തുനിഷ്ഠവുമായ മറുപടി നൽകണമെന്നും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ചും സഭ മുന്നോട്ട് പോകണമെന്നും MLA-മാർ നിർദ്ദേശം നൽകി. ബഹുമാനപ്പെട്ട ACP-യോട് ഞാൻ സൂചിപ്പിച്ചതാണ്. അടിയന്തരമായി നഗരസഭാ ചെയർമാന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒരു മീറ്റിംഗ് അടിയന്തരമായി വളരെ പെട്ടെന്ന് തന്നെ വിളിച്ച് ചേർക്കണം. ഈ ടൗണുമായി ബന്ധപ്പെട്ട് ദേശീയപാത വികസനം, ഗതാഗതക്കുറിപ്പുണ്ടാവുകയും അപകടമുണ്ടാകുകയും മാത്രമല്ല ഓട്ടോറിക്ഷത്തിലുള്ള അവരുടെ ഉപജീവനമാർഗമാണ്. വർഷങ്ങളായിട്ട് അവർ അരി വാങ്ങിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് കൂടി ഒരു സ്ഥലം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മീറ്റിംഗ് വളരെ വേഗത്തിൽ വിളിച്ചു കൊടുക്കുന്നു. കരുനാഗപ്പള്ളി നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ MLA-മാരായ ഡോക്ടർ സുജിത് വിജയൻപിള്ള, CR മഹേഷ്, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജയചിത്ര, ഗീതാകുമാരി, തങ്കച്ചി പ്രഭാകരൻ, ഭൂരേഖ തഹസീൽദാർ സുശീല, കരുനാഗപ്പള്ളി തഹസീൽദാർ P. ഷിബു, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ബാല പാർലമെന്റ് സംഘടിപ്പിച്ചു. ജനാധിപത്യ സംവിധാനങ്ങളുടെ ആവശ്യകത, പാർലമെന്ററി നടപടിക്രമങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാല പാർലമെന്റ് നടത്തിയത്. ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ജനാധിപത്യ പ്രക്രിയയാണ് രാജ്യത്തിൻ്റെതെന്നും ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പദവികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാൻ ബാലപാർലമെന്റിന് സാധിക്കുമെന്നും കളക്ടർ പറഞ്ഞു. കുട്ടികൾക്കിണങ്ങിയ ഇന്ത്യ എന്ന പ്രമേയത്തെ മുൻനിർത്തിയാണ് പാർലമെന്റ് നടപടിക്രമങ്ങൾ സംഘടിപ്പിച്ചത്. S. ദിവ്യ പ്രസിഡന്റും S. അലീഡ വൈസ് പ്രസിഡന്റും തമീം പ്രധാനമന്ത്രിയും അഗീര സ്പീക്കറും കരീന പ്രതിപക്ഷ നേതാവുമായി ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത 30 കുട്ടികളാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്.
നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ച പാർലമെന്റിൽ വിവിധ വികസന ക്ഷേമ പ്രശ്നങ്ങൾ ചർച്ചയായി. വിദ്യാഭ്യാസ പുരോഗതി, ആരോഗ്യ സംരക്ഷണം, ബാലവേല, ബാലവിവാഹം, ബാലപീഡനം, ശിശുമരണ നിരക്ക്, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചും പാർലമെന്റിൽ ചർച്ച ചെയ്തു. കുട്ടികളുടെ വിവിധ സാംസ്കാരിക പരിപാടികളും അനുബന്ധമായി നടന്നു. ബാലപാർലമെന്റ് എന്ന ആശയം 2015 ആവിഷ്കരിച്ച് തുടങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലേ? ബാലസഭ എന്ന ആശയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംവിധാനമാണ് ബാലപാർലമെൻറ്റ്. ബാലപാർലമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ നേതൃഗുണശേഷി അത് നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക. അതോടൊപ്പം ഈ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. കൂടാതെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉത്തരവാദിത്തമുള്ള ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പദവികളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുക. അതെങ്ങനെയാണ് ആ പദവികളിൽ ഇരുന്നുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കുട്ടികളുടെ പ്രതിനിധി അതുൽ രവി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തി. CWC ചെയർമാൻ സനൽ വെള്ളിമൺ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനീഷ്, ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി D ഷൈൻദേവ്, വൈസ് ചെയർമാൻ ഷീബ ആന്റണി, ട്രഷറർ അജിത് പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി സുവർണൻ പരവൂർ, കമ്മിറ്റി അംഗങ്ങളായ കറവൂർ L വർഗീസ്, അനീഷ്, R മനോജ്, മറ്റ് ശിശുക്ഷേമ സമിതി ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അക്രമം നടത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി പോലീസ് പിടിയിൽ. പന്മന വടക്കുംതല സ്വദേശി നാസിമാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിൽ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അക്രമം നടത്തിയ സംഭവത്തിലെ മുഖ്യപ്രതിയാണ് പോലീസ് പിടിയിലായത്. പന്മന വടക്കുംതല സ്വദേശി നാസിമാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. നാസിമിന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് സുഹൃത്തുക്കളായ ഷാനു, ലിജോ എന്നിവർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നു. ചികിത്സയ്ക്കിടയിൽ ഇവർ ആശുപത്രി ജീവനക്കാരുമായി തർക്കത്തിലാവുകയും പിടിച്ചുമാറ്റാനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെ തല്ലുകയുമായിരുന്നു. ആശുപത്രിയിലെ കാഷ്വാലിറ്റി ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളായ ഷാനുവിനെയും ലിജോയെയും കരുനാഗപ്പള്ളി പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലെ മുഖ്യപ്രതിയായ നാസിം ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിവന്ന അന്വേഷണത്തിൽ ഇയാളെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷിഹാസ്, ഷാജിമോൻ, ഷമീർ, കലാധരൻ, CPO-മാരായ ഹാഷിം, രാജീവ്, ബഷീർ ഖാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ ചൊല്ലി തർക്കം. 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചവറ സ്വദേശികളായ 6 പേരും മാവേലിക്കര സ്വദേശികളായ 3 പേരുമാണ് അറസ്റ്റിലായത്. കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 9 പേർ അറസ്റ്റിൽ. കൊല്ലം ചവറ ചോലേപ്പാടം വിഷ്ണു ഭവനിൽ ദിലീപ് കുമാറിന്റെ ഭാര്യ ദീപ, മകൻ പ്രണവ്, ചവറ വടക്കുംതല കിരൺ ഭവനത്തിൽ കിരൺ, തേവലക്കര നല്ലത്തറ വടക്കത്തിൽ അഖിൽ, വടക്കുംതല രജനീഷ് ഭവനത്തിൽ രജനീഷ്, വടക്കുംതല പള്ളിയുടെ കിഴക്കത്തിൽ ആദിത്യൻ എന്നിവരെയും ഇവരെ തിരിച്ചാക്രമിച്ച ചെട്ടികുളങ്ങര തോട്ടുകണ്ടത്തിൽ സുസ്മിത, തോട്ടുകണ്ടത്തിൽ സതീഷ്, തോട്ടുകണ്ടത്തിൽ സുരേഷ് എന്നിവരുമാണ് അറസ്റ്റിലായത്. നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട 2 വീട്ടുകാരും തമ്മിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. തുടർന്ന് ചവറ സ്വദേശിനിയായ ദീപ, അവരുടെ ഭർത്താവ്, മകൻ, സുഹൃത്തുക്കൾ എന്നിവർ ചേർന്ന് ചെട്ടികുളങ്ങര സ്വദേശിയായ സജീവ്, ഭാര്യ സുസ്മിത, കുടുംബാംഗങ്ങൾ എന്നിവരെ ആക്രമിക്കുകയായിരുന്നു. ദീപയുടെ മകന് വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയെക്കുറിച്ച് മോശമായി പോസ്റ്റിട്ടത് ചോദ്യം ചെയ്യാൻ ഇവർ സുസ്മിതയുടെ വീട്ടിൽ ചെന്നതാണ് അടിപിടിയിൽ കലാശിച്ചത്. 2 കേസുകളിലുമുള്ള ബാക്കി പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളുടെ പഠന നിലവാരത്തിലെ വീഴ്ചകൾ പരിഹരിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് കൊല്ലം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. NTU സംസ്ഥാന സെക്രട്ടറി KV ബിന്ദു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാര തകർച്ചയെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ പൊതുവേദിയിൽ സംസാരിച്ചതാണ്. മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിക്കുന്ന കുട്ടികൾ പോലും പഠന നിലവാരത്തിൽ പിന്നിലാണ്. മറ്റു സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും കുട്ടികളുമായി മത്സരിക്കേണ്ടി വരുമ്പോൾ ഇത്തരം കുട്ടികൾ പിന്നിലാവുന്നു.
കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ മാറ്റി നിർത്തുന്നതാണ് ഈ മൂല്യ തകർച്ചയ്ക്ക് കാരണം. ഇടത് സർക്കാർ A+കളുടെ എണ്ണം പോലും ഭരണനേട്ടമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുകയാണ്. ഇതിനായി കൂടുതൽ A+ നൽകുന്നത് പതിവാക്കുന്നു. മോഡറേഷൻ വരെ നൽകിയാണ് കൂടുതൽ A+കൾ സൃഷ്ടിക്കുന്നത്. A+കളുടെ എണ്ണം ഭരണമികവിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നതോടെ ഇല്ലാതാകുന്നത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാവിയാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ഇല്ലാതാക്കാനുള്ള സംഘടിത രഹസ്യ നീക്കങ്ങളും ഇതിന് പിന്നിലുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ നയം പിന്തുടരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിന് പിന്നിൽ രാഷ്ട്രീയ സാമ്പത്തിക താൽപര്യങ്ങൾ ആണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് NTU സംസ്ഥാന സെക്രട്ടറി KV ബിന്ദു പറഞ്ഞു. പറയുന്ന കാര്യങ്ങളല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തു പറഞ്ഞോ അത് ചെയ്തിരിക്കും. അതാണ് ഇന്നത്തെ ഭരണകൂടത്തിന്റെ ഏറ്റവും മഹത്തായ, എല്ലാവരും ബഹുമാനിക്കുന്ന സത്യം. അതുപോലൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ദേശീയ അധ്യാപക പരിഷത്ത് പ്രവർത്തിക്കുമ്പോൾ അഖില ഭാരത രാഷ്ട്രീയ ശൈക്ഷണിക മഹാസംഘം എന്ന മഹാവൃക്ഷത്തിന്റെ ABRSM എന്ന ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടേതായ an organization with a difference അത് നാം ശരിക്കും നമ്മുടെ അധ്യാപക സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറങ്കോട് ബിജു അധ്യക്ഷത വഹിച്ചു. BJP ഇന്റലക്ച്വൽ സെൽ കോ കൺവീനർ യുവരാജ് ഗോകുൽ മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ, RSS വിഭാഗ് സംഘചാലക് ഡോക്ടർ BS പ്രദീപ് കുമാർ, SK ദിലീപ് കുമാർ, PR ഗോപകുമാർ, A അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ പുത്തൻ സങ്കേതം തൊഴിലാളിമുക്ക് പൗരാവലിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ സഹായം, പ്രതിഭാ സംഗമം, തയ്യൽ മെഷീൻ വിതരണം, ആദരവ് എന്നിവ സംഘടിപ്പിച്ചു. ഓഫീസ് ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MPയും ചികിത്സാ സഹായ വിതരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയും നിർവഹിച്ചു. ചവറ പുത്തൻ സങ്കേതം തൊഴിലാളിമുക്ക് പൗരാവലിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ സഹായ വിതരണം, പ്രതിഭാസംഗമം, നിർധന വനിതകൾക്ക് തയ്യൽ മെഷീനുകളുടെ വിതരണം, ജീവകാരുണ്യ പ്രവർത്തകർക്കുള്ള ആദരവ് എന്നിവ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഓഫീസ് ഉദ്ഘാടനവും ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിക്കലും NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. ബുദ്ധിമുട്ടും ക്ലേശവും പ്രയാസവും അനുഭവിക്കുന്ന സാധാരണ ജനത്തെ കൂടെ നിർത്തുക, ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് കാരുണ്യത്തിന്റെ ദർശനമാണ്. അതിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്, ദൈവ സാക്ഷാത്കാരം നേടുന്നത്. അപ്പൊ ദൈവികത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജീവകാരുണ്യപരമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളുമാണ്. ആചാരവും അനുഷ്ഠാനവും മാത്രമല്ല. ആചാരവും അനുഷ്ഠാനവും ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ ദൃഢീകരിക്കാനും വിശ്വാസത്തെ ശാക്തീകരിക്കാനുമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രവൃത്തികളിൽ കൂടി പ്രതിഫലിക്കണം. ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം പരിമിതപ്പെട്ടാൽ പോരാ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൂടി വിശ്വാസം പ്രതിഫലിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറുന്നത്. ഷമീർ മാസൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മനാഫ് ചികിത്സാ ധനസഹായ കൈമാറ്റവും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്തു. ഒരാളുടെ ജീവന് 2 ലക്ഷത്തിനും 5 ലക്ഷത്തിനേക്കാളും വില ഉണ്ടെന്നൊരു തിരിച്ചറിവ് പതുക്കെ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ ആ ബില്ല് സമാഹരിക്കുവാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ ഇതുപോലെ വരികയും എല്ലാവരും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാം കണ്ടുവരുന്ന കാഴ്ച. അപ്പോൾ ഇതുപോലെയുള്ള തൊഴിലാളിമുക്ക് പൗരാവലി സമിതി ഉണ്ടാക്കിയ ഒരു സംസ്കാരമാണ്. അത് നമ്മുടെ നാട്ടിൽ പതുക്കെ ഉണ്ടായ ഒരു സംസ്കാരമാണ്. ഇത് കൂടുതൽ ശക്തമായി വരണം. ഇപ്പോഴും പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പൊതു ആരോഗ്യ രംഗത്തിന് മാത്രം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെയും എല്ലാ സൗകര്യത്തോടും മാത്രമേ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യവും ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അതിന് സാമ്പത്തികം ഒരു തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം S ഓമൻ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സംഘടനകളെ ആദരിച്ചു. J സക്കീർ ഹുസൈൻ കിളിമാനൂർ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ഷാനവാസ്, പഞ്ചായത്ത് അംഗം G അനിൽകുമാർ, അഡ്വക്കേറ്റ് അബ്ദുൽ മുനീർ, ഷാജഹാൻ രാജധാനി, നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കാണാതായ ആളെ കണ്ടെത്താൻ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച് BJP പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. അഞ്ചൽ വനത്തുമുക്കിൽ നിന്നും കാണാതായ കലേന്ദ്രനെ 1.5 മാസം പിന്നിട്ടിട്ടും കണ്ടെത്തിയിട്ടില്ല. പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. അല്ലെങ്കിൽ രാമോദരന്റെ പോയിന്റിന്റെ അവന്മാര് 2 ഏതെങ്കിലും ഒരുത്തനെ അവർക്ക് അറസ്റ്റ് ചെയ്യണം. ഒരാളെ അവർക്ക് അറസ്റ്റ് ചെയ്യണം. ഈ കുറവന്മാരിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ ശിക്ഷ ഏറ്റെടുക്കണം. ആ സാർ എന്റെ മുന്നേ വെച്ച് പറഞ്ഞതാ ഒരു കുറവൻ ഇത് ഏറ്റെടുക്കണം. മറ്റവന്മാര് നെളിഞ്ഞ് നടക്കട്ടെന്ന് ചെയ്തവൻ ഇപ്പുറത്ത് മാറി നിൽക്കുക. നീതി നടപ്പാക്കുന്ന എന്റെ തമ്പുരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു കറക്റ്റ് പോയിന്റിൽ ഇത് വീണിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ വീഴ്ത്തും.
പട്ടികജാതി യുവാവിനെ കാണാതായി 2 മാസം മാനമില്ലേ പറയൂ പോലീസേ സമരം ചെയ്യാൻ വന്നെങ്കിൽ അഞ്ചൽ വനത്തുമുക്കിൽ നിന്നും കാണാതായ പട്ടികജാതി വിഭാഗത്തിലെ കലേന്ദ്രനെ കാണാതായി 1.5 മാസം പിന്നിട്ടിട്ടും അഞ്ചൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് BJP പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഡിസംബർ 17-ന് വനത്തുമുക്കിൽ നിന്നും കാണാതായ കലേന്ദ്രനെ സുഹൃത്തുക്കൾ ചേർന്ന് അപായപ്പെടുത്തിയെന്നാരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നേർവഴിക്കല്ലെന്നും പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മറ്റു ചിലരെ പോലീസ് പ്രതികളാക്കാൻ ശ്രമിക്കുന്നുവെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത BJP പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് B. ബബുൽദേവ് പറഞ്ഞു. ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കലേന്ദ്രന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുവാൻ വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിരവധി തെളിവുകളില്ലാത്ത കേസുകൾക്ക് തുമ്പ് കണ്ടെത്തി പ്രതികളെ പിടിക്കുവാൻ കഴിവുള്ള അതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ള അഞ്ചൽ പോലീസിന് കലേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ഒരംഗമായതുകൊണ്ടാണോ, ആ കുടുംബത്തിൽ നിങ്ങൾക്ക് പരാതി തരുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ ഉന്നത വിദ്യാഭ്യാസം നേടിയവരോ ഈ സമൂഹത്തിൽ അത്തരമൊരു നിലവാരത്തിൽ ജീവിക്കുന്നവരല്ലാത്തതും ആയതുകൊണ്ടാണോ നിങ്ങളുടെ അന്വേഷണത്തിലെ ഈ പിന്നോട്ട് പോക്ക് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തോടുള്ള പോലീസ് ഇടതുപക്ഷ സർക്കാർ നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്. കലേന്ദ്രനെ ഉടൻ കണ്ടുപിടിക്കണമെന്നും സമഗ്രവും നീതിയുക്തവുമായ അന്വേഷണമുണ്ടാകണമെന്നും B. ബബുൽദേവ് ആവശ്യപ്പെട്ടു. കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ അവർക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകുമെന്നും പട്ടികജാതി മോർച്ച അറിയിച്ചു. BJP അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് S. ഉമേഷ് ബാബു, BJP നേതാക്കളായ രാജു, വിനിൽ, ഹരികുമാർ, ഷൈൻ, രാജേഷ് ബാബു, സുമേഷ് എന്നിവരും പട്ടികജാതി മോർച്ച ഭാരവാഹികളായ ഗിരീഷ്, ശ്യാംചന്ദ്രൻ, ശ്രീജ, ഷീജ, ബിജുലാൽ എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചക്കുവള്ളിയിലെ ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേരിലാണ് ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ കിക്ക് ഓഫ് നിർവഹിച്ചു. ചക്കുവള്ളിയിലെ പോരുവഴി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. 5 വയസ്സിനും 15 വയസ്സിനും മധ്യയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേരിൽ ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചത്. കോച്ച് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ കിക്ക് ഓഫ് നിർവഹിച്ച് ജേഴ്സി കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല. തീർച്ചയായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കായിക രംഗത്ത്, ഫുട്ബോൾ രംഗത്ത് അഭിരുചിയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അതിലൂടെ മുന്നോട്ട് വിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു ടീം പരിശീലനം ഇവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ കലാരംഗത്തും കായിക രംഗത്തും ശോഭിക്കുവാൻ കഴിയുന്ന ധാരാളം പ്രതിഭകൾ നമ്മുടെ ഏത് ഗ്രാമങ്ങളിലും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് നസീറ ബിബി, പ്രൊഫസർ MA സലീം, ലിജു ലിബാസ്, അമാൻ, കോർഡിനേറ്റർ ഷീബ, അർത്തീൽ അൻസാരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. SDPI പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഗ്യാൻവാപ്പി മസ്ജിദ് ബാബറി ആവർത്തിക്കരുത്, ആരാധനാലയ നിയമം നടപ്പിലാക്കുക എന്ന ആവശ്യമായാണ് പ്രകടനവും യോഗവും നടത്തിയത്. ഗ്യാൻവാബി മസ്ജിദ് ബാബറി ആവർത്തിക്കരുത്, ആരാധനാലയ നിയമം നടപ്പിലാക്കുക എന്നീ ആവശ്യവുമായാണ് SDPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിലായിരുന്നു പ്രതിഷേധം. മയ്യത്തുംകര കിഴക്കേ പള്ളിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ചക്കുവള്ളി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം അജി വാണിരയത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ബാബറി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം ഗ്യാൻവാബി എന്ന നൂറ്റാണ്ടുകളായി, അതായത് മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ 1669 മുഗൾ സാമ്രാജ്യത്തിൻ്റെ
ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ് സ്ഥാപിക്കപ്പെട്ട വാരണാസിയിലെ ഗ്യാൻബാബി മസ്ജിദ് ദീർഘനാളായി മുസ്ലിം സമുദായങ്ങൾ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ആരാധിച്ചു വരുന്ന ഒരു മസ്ജിദ് നീണ്ട 3 പതിറ്റാണ്ടുകളായി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ വാരണാസി ജില്ലാ കോടതി വളരെ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് ഹിന്ദുക്കൾക്ക് ആരാധന നടത്തുവാൻ അനുവാദം കൊടുക്കുകയുണ്ടായി. മണ്ഡലം പ്രസിഡന്റ് ബൻസൂർ ഷൂർനാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷംസുദ്ദീൻ ചിറയിൽ, ഷിബു മയ്യത്തങ്കര, അബ്ദുൾ ജബ്ബാർ, നിസാറുദ്ദീൻ, MMK ഷെഫീഖ്, റിഷാദ്, നിസാം പാലവിള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസഭകൾ പൂർത്തീകരിച്ചു. വാർഷിക കരട് പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള ഗ്രാമസഭയാണ് പൂർത്തിയായത്. ദേവികുളങ്ങര പഞ്ചായത്തിലെ വാർഷിക കരട് പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഗ്രാമസഭകൾ പൂർത്തീകരിച്ചു. ഗ്രാമസഭകളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് നീതുഷ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷന്മാരായ S. രേഖ, രജനി ബാബു, E. ശ്രീദേവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ R. രാജേഷ്, പ്രസാദ്, ലീന രാജു, P. സ്വാമിനാഥൻ, ശ്യാമ വേണു, പ്രശാന്ത്, രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്ന കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഗാർഡിനെ നിയമിച്ച് ഗതാഗതം നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശം. കരുനാഗപ്പള്ളിയിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണാൻ വകുപ്പ് തല യോഗം ചേരും. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കം 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചവറ സ്വദേശികളായ 6 പേരും മാവേലിക്കര സ്വദേശികളായ 3 പേരുമാണ് അറസ്റ്റിലായത്. കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ്. കാണാതായ ആളെ കണ്ടെത്താൻ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. BJP പട്ടികജാതി മോർച്ച മാർച്ച് നടത്തി. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.